ഹലോ കൂട്ടുകാരെ. അപ്പം യൂസിൽ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു മലയാള സിനിമയുടെ റിവ്യൂ ആണ്. മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം കണ്ടിട്ട് വന്നിട്ടേ ഉള്ളൂ. വലിയ പ്രിപ്പറേഷൻ ഒന്നുമില്ല ഈ വീഡിയോയ്ക്ക്. കാരണമുണ്ട്, ഞാൻ പറയാം. ഈ സിനിമ എന്ന് പറയുന്നത് അഭിനയ് നായക് സുന്ദർ ഡയറക്റ്റ് ചെയ്ത്, അതുപോലെ നസ്ലിൻ നായകനായി ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ്. പുള്ളിയുടെ ആദ്യത്തെ പടം അറിയാമല്ലോ, അഭിനയ് നായക് സുന്ദറിൻ്റെ ആദ്യത്തെ പടം മുകുന്ദനുണ്ണി അസോസിയേറ്റ് ആണ്. ആ സിനിമ കണ്ടപ്പം മുതൽ എനിക്ക് തോന്നിയ കാര്യമാണ്, പുള്ളി എല്ലാം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയും. അതായത് ആരെയും ഭയക്കാതെ പറയും. അങ്ങനെ പറയാൻ തന്നെ ഒരു ഗട്ട്സ് വേണം. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർക്ക് ഉള്ള ധൈര്യം, അവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കത് ചെയ്യാനും പറ്റത്തില്ല. അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് ഈ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ. എന്താ പറയുന്നത്, സിനിമയ്ക്കകത്തെ സിനിമ പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ വെള്ളമൊക്കെ ചേർക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ഒരു സിനിമയാണ്. സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ സിനിമ പ്രവർത്തനമൊക്കെ അത് എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്ത് എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാൽ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ചിരിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. എന്നെ പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് സിനിമ ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. പിന്നെ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അയ്യേ നിങ്ങൾക്കൊന്നും സിനിമ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം പോലും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിൽ നിന്നും 6-7 ഷോർട്ട് ഫിലിമും ചെയ്തു, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി. അത് എൻ്റെ മാത്രം ഒരു കഴിവല്ല. ഈ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ആ കറക്റ്റ് ടൈമും കറക്റ്റ് സമയവും അതെല്ലാം കൂടെ ഒത്തുതരുമ്പോഴാണെങ്കിലും ഓരോ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആശയങ്ങളുള്ളത് ചെയ്യാതെ പറ്റാതെ പോയിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് പിന്നെയും ലാഗ് അടിക്കുന്നുണ്ട്. എൻ്റെ കുറേ കൂട്ടുകാർ എന്നോടൊരു പിണക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സിനിമയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ബാക്കി എല്ലാ വള്ളിയും പിടിക്കുന്നതുകൊണ്ട് നീ ഇതിനു വേണ്ടി ടൈം കളയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുകാർ എന്നോട് വഴക്ക് കൂടാറുണ്ട്. അതൊക്കെ സമയം പോലെ നടക്കും. പക്ഷെങ്കിൽ എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം തോന്നിയ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിപ്പം നമ്മളിപ്പം നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, യു എസിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഏറ്റവും വലിയ സ്ട്രഗിൾ തോന്നിയിരിക്കുന്നത് യു എസിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ ടീം ഇല്ലെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ക്യാമറ ചെയ്യുന്നവൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ ലൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും ഡയറക്റ്റ് ചെയ്യാൻ, നമ്മുടെ കൂടെ വേറെ ആരും ഇല്ല, ഹെൽപ്പ് ചെയ്യാനില്ല. ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഞാൻ ചെയ്ത ലാസ്റ്റ് 45 മിനിറ്റത്തെ ഒരു സംഭവം കുറേ നാളും കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് ഇവിടെ തിയേറ്ററിൽ റിലീസാക്കി. അഭിനയിച്ചവരെല്ലാം ഒരുമിച്ച് കാണിച്ചപ്പോഴും എന്നോട് ഒരുപാട് പേര് ന്യൂയോർക്കിൽ നിന്നൊക്കെ വിളിച്ചിട്ട് നീ ഇതെങ്ങനെ തീർത്തെന്ന് ചോദിച്ചു. തീർത്തത് ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ടും, പിന്നെ നമ്മൾ പറയുമല്ലോ, നമ്മളൊരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ അത് തീർക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അതുപോലെ ഈ ഇൻഡസ്ട്രിയിലകത്തും ഉള്ള പിന്നാമ്പുറ കഥകളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ നമുക്ക് കൂടുതൽ ചെയ്യണമെങ്കിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. സോ നിങ്ങൾ എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഞാൻ ഷോർട്ട് ഫിലിംസും കുറേ ഷോർട്ട് ഫിലിംസ് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ സമയം ഒരു പരിധി വലിയൊരു കുഴപ്പമാണ്. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓരോരോ വള്ളികൾ, ഓരോ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെയൊക്കെ മുകളിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ. പിന്നെ തോട്ട് പ്രോസസ്സ്, നമ്മൾ ചിന്തിക്കുന്ന പോലെ എഴുതുന്ന പോലെ ഷൂട്ട് ചെയ്യണം, ഷൂട്ട് ചെയ്യാനുള്ള ആൾക്കാർ വരണം, അഭിനയിക്കുന്നവർ വരണം, ടെക്നിക്കൽ ടീം വരണം. ഇവർക്കൊന്നും സീറോ ബഡ്ജറ്റ് സംഭവങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവർക്ക് ആർക്കും വലിയ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ടൈമൊക്കെ ഒപ്പിച്ച് അവരൊക്കെ വരണം. സോ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടുകൾ ഓരോരുത്തരും അനുഭവിക്കുന്നതെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം. എനിക്കും ആക്ച്വലി ഒരുപാട് മനസ്സിൽ കൊണ്ട ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി ചതി, വഞ്ചന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയ്ക്കകത്തെ. അപ്പോൾ അതൊക്കെ കാണുമ്പം നമുക്ക് മുമ്പോട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നതെന്നുള്ള ടെൻഷൻ വരും. സോ അതൊക്കെ വേറെ രീതിയിലിരിക്കും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇനിയും ഷോർട്ട് ഫിലിംസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, മുമ്പോട്ട് വരിക. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഇങ്ങനെ ആഗ്രഹിച്ച് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഇന്ന് വരെ ഒരുപാട്
പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിനൊക്കെ മുകളിൽ നമ്മൾ ചെറിയ ചെറിയ വർക്കുകളായാലും വീഡിയോ ആയാലും ഈവൻ വ്ലോഗുകളായാലും നമ്മൾ എന്തുമാത്രം ക്യാമറ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഒത്തിരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുകയാണ് പടക്കുതിര എടുക്കുന്ന ടൈമിൽ എനിക്ക് ഒരു ഗോപ്രോ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെൻറ്റിന് കിട്ടിയിരുന്നില്ല. അതൊക്കെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ നമ്മുടെ കോൺടാക്റ്റ് വെച്ചിട്ട് എത്രയോ നല്ല ടെക്നിക്കൽ ടീം നമ്മുടെ കൂടെ ഉണ്ട് ഓരോ വർക്ക് ചെയ്യാനേ. അപ്പം ഇനിയും മുമ്പോട്ട് ചെയ്യാനായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെയും വേണം. അതുപോലെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം തോന്നി ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയോ ഫെയിലിയർ ആകാം, പക്ഷേ നമ്മൾ മുമ്പോട്ട് പോവുക. അത്തരത്തിൽ സിനിമയ്ക്കകത്തൊരു കഥ പറയുന്നതാണ് മോളിവുഡ് ടൈംസ്. പിന്നെ അഭിനയക്കാരുടെ കാര്യം പറയുമ്പോൾ നസ്ലിൻ ഒക്കെ വളരെ മനോഹരമായ റോളുകൾ നല്ല പക്വതയോടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല. പറയുന്നത് എന്തിനാ, എല്ലാവരും നല്ല പ്രകടനം തന്നെയായിരുന്നു, അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയുന്നില്ല. എന്നാലും എടുത്തു പറയേണ്ടത് നസ്ലിൻ്റെ അഭിനയം തന്നെയാണ്. ലീഡ് റോൾ ചെയ്ത് നല്ല മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ചെയ്ത അഭിനയ സുന്ദർ നായക്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇനി ഒരുപാട് മാജിക്കുകൾ മലയാള സിനിമയ്ക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹം വെച്ചിട്ടുണ്ട്, ഫിയർലെസ് ആയിട്ട്. അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പ്രൊഡ്യൂസർ ഇത്രയും തുറന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന്. അപ്പം തീർച്ചയായിട്ടും സിനിമ കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളോ സിനിമ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പോയി മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമ കാണുക. കണ്ടിട്ട് അഭിപ്രായം നിങ്ങളും പറയാം. ബൈ.